കേന്ദ്ര ഗവൺമെൻറ് എടുത്തുകൊണ്ടിരിക്കുന്ന നിലപാടുകൾ വാസ്തവത്തിൽ സംസ്ഥാനങ്ങളെ തുല്യമായി കാണുന്നില്ല എന്നുള്ളതാണ്. കേരളത്തോട് മാത്രമല്ല, പക്ഷേ കേരളമാണ് ഏറ്റവും കൂടുതൽ അവഗണന അനുഭവിക്കുന്നത്. അതിന് അടിസ്ഥാന കാരണം കേരളം പിന്നോക്ക അവസ്ഥയിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളതാണ് കേന്ദ്രമന്ത്രി തന്നെ പറഞ്ഞത്. ഇതൊരു ആറ്റിറ്റ്യൂഡിൻ്റെ പ്രശ്നമാണ്. പക്ഷേ നമ്മളെ സംബന്ധിച്ച് ഏറ്റവും അർഹമായി കിട്ടാനുള്ള ബഡ്ജറ്റ് വിഹിതങ്ങൾ കിട്ടുന്നില്ല എന്നുള്ളതാണ്. വരുമാനത്തിൻ്റെ വിഹിതം, വരുമാനം എന്ന് പറഞ്ഞാൽ നമ്മുടെ സംസ്ഥാനത്തു നിന്ന് ഉൾപ്പെടെ പിരിച്ചുകൊണ്ട് പോകുന്ന വിഹിതത്തിൽ ഇന്ത്യയിലാകെ കൊടുക്കുന്ന ആ വിഹിതത്തിന് ആനുപാതികമായി നമുക്കില്ല. കണക്കുകൾ വെച്ച് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്. ഈ വർഷം സംസ്ഥാനങ്ങൾ കൊടുക്കുന്നതിൽ 5 ലക്ഷം കോടി രൂപയുടെ വർധനയാണ് വരുന്നത്. അത് വരുമ്പോൾ സാധാരണഗതി നമുക്ക് ഒരു 14,000-15,000 കോടി അർഹതയുണ്ട്. അതിൻ്റെ ഒരു 3% എടുക്കുകയാണെങ്കിൽ 15,000 കോടി ആ പലതരത്തിൽ കിട്ടണം. നമുക്കൊരു കണക്ക് നോക്കുമ്പോൾ 4,000 കോടിക്കപ്പുറം നമുക്കില്ല. ഇത് വലിയ തോതിൽ നമ്മളെ ബാധിക്കുന്നുണ്ട്. അങ്ങനെ ബാധിക്കുന്നുവെങ്കിലും അതുകൊണ്ട് നമ്മുടെ നാട്ടിലെ പുരോഗതി തടസ്സപ്പെടുന്ന തരത്തിലേക്ക് നമുക്ക് തീരുമാനിക്കാൻ പറ്റില്ല. ഈ ബുദ്ധിമുട്ടുകൾക്കകത്തും ചരിത്രത്തിലെ ഏറ്റവും വലിയ ശ്വാസം മുട്ടിക്കൽ ഉണ്ടാകുന്ന ഒരു ഘട്ടത്തിലാണ് കഴിഞ്ഞ ഘട്ടം പോകുന്നത്. കോവിഡ് കഴിഞ്ഞതിന് ശേഷം വലിയ തോതിലുള്ള വെട്ടിക്കുറവാണ്. അവിടെ അതിനെല്ലാം നേരിട്ടുകൊണ്ട് കേരളം നല്ലതുപോലെ നിൽക്കുന്നു എന്നുള്ളതാണ്. നീതി ആയോഗിൻ്റെ സർവേയിൽ കേരളം എല്ലാ കാര്യങ്ങളും മുന്നിലാണ്. ഒരു കാര്യം മാത്രം അവർ പറയുന്നു, കേരളത്തിൻ്റെ ഫിനാൻഷ്യൽ ഹെൽത്ത് ചില കാര്യങ്ങൾ മോശമാണ്. കടം കൂടുതലെടുക്കുന്നു, ഈ ജീവനക്കാർക്ക് സോഷ്യൽ സെക്യൂരിറ്റിക്ക് ഒക്കെ കൂടുതൽ പണം കൊടുക്കുന്നു എന്നുള്ള വിമർശനമുണ്ട്. പക്ഷേ പൊതുകാര്യങ്ങളിൽ നമ്മുടെ ഇക്കണോമിക് പെർഫോമൻസ് ഉൾപ്പെടെ നമുക്ക് നല്ല അനുകൂലമായിട്ട് തന്നെയാണ് ആ റിപ്പോർട്ട് പറഞ്ഞത്.